ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ പള്ളിയിലൊക്കെ പോയ എല്ലാവരും. ഇനി ഞാനൊരു പള്ളിയിൽ പോയി വന്നപ്പോൾ കുറച്ച് പന്നിയിറച്ചി മേടിച്ചിട്ടുണ്ടാകും. കുറച്ച് പന്നിയിറച്ചി മേടിച്ച് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് പള്ളി കഴിഞ്ഞപ്പോൾ മേടിച്ചിട്ടുണ്ടാകും. അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ബാ എൻ്റെ കൂടെ. ഇറച്ചി ഞുറുക്കി കഴുകി നല്ല വൃത്തിയാക്കി കഴുകി വിനാഗിരിയും ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത പന്നിയിറച്ചി. ഇനി നമുക്ക് അല്പപാത്രത്തിൽ വെച്ചേക്കും. ഇനി ഇതിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കുറച്ചിടാം. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് റെഡിയാക്കി കാണിച്ചു തരാം. ഓക്കെ. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പന്നിയിറച്ചിക്ക് വേണ്ടി വരട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് സവോള അരിയാം. സവോള അരിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മടിക്കാതെ സവാരി ഗിരിഗിരിഗിരിന്ന് പറഞ്ഞ് നമുക്ക് അരിയാം കേട്ടോ. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എണ്ണ ഒഴിക്കാം. കടുകിടാം. കുറച്ച് ഉലുവ, കറവറാന്ന് നമ്മൾ കിട്ടുന്നുണ്ട്. കുറച്ച് ഒരു പെരിഞ്ചീരകം, പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം. അതിൻ്റെ കൂടെ ഒരു ഉള്ളിൻ്റെ കൂടെ ഈ തേങ്ങയും കൂടി ഇന്ന് നമ്മൾ തേങ്ങ കൊത്തിയിരുന്ന് വെച്ചിട്ട് അങ്ങനെ ഇനി ശരിക്കും നമുക്ക് വാട്ടിയെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, കരിയാപ്പിലെല്ലാം വാടിയിട്ടാൽ നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് കാന്താരി, ഉണക്കക്കാന്താരി, കാന്താരി ഇല്ലേ, അത് ഉണങ്ങി പൊടിച്ച് വെച്ചത് എരിവിന് വേണ്ടി അത് പൊടിച്ച് വെച്ച് കുറച്ചിടുക. അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചായിട്ട് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇടണം കേട്ടോ, പന്നിയിറച്ചിയല്ലേ. നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മതി കേട്ടോ. ഓവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവും. പിന്നെ കുരുമുളക് പൊടി കുറച്ചേ ഇപ്പോൾ ഇടക്കാവുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ മേലെ ഇടണം. പിന്നെ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ പന്നിയിറച്ചിക്ക് വേണ്ടിയുള്ളൊരു മസാലപ്പൊടി ആക്കിയതാണ്. അത് 2 സ്പൂണ്. 2 കിലോ ഇറച്ചി കേട്ടോ. 2 കിലോ പന്നിയിറച്ചി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ. എന്നിട്ട് ഇനി ശരിക്കും ഇതൊന്ന് നോക്കട്ടെ. ഇനി നമുക്ക് പന്നിയിറച്ചി വേവിച്ച അതിൻ്റെ അകത്ത് നെയ്യുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കണം. അതാണ് മെയിൻ സത്ത്. ആ സത്ത് നമ്മുടെ ഈ ഉള്ളിക്കകത്ത് ഒക്കെ ഇട്ട് നന്നായിട്ട് വേകണം. നെയ്യൊക്കെ നന്നായിട്ട് പിടിക്കണം ഈ മസാലയിൽ. അത് നന്നായിട്ട് പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ പന്നിയിറച്ചി ഇതായി. ഇനി കുരുമുളക് പൊടി നന്നായിട്ട് ഇടണം കേട്ടോ. തട്ടി നല്ല എരിവ് വേണം. പിന്നെ കരിയാപ്പില. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. മല്ലിച്ചപ്പ് വേണം. ഇല്ലാത്ത സാധനം നമുക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെ അടിപൊളി പന്നിയിറച്ചി ഫ്രൈ ആയി.
അഡാറ് സാധനമാക്കി കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. പന്നിയിറച്ചി ഫ്രൈ, മോര് കറി, പാവയ്ക്കക്കറി, പയറും പാവയ്ക്കയും കൂടെ തോരൻ വെച്ച മറ്റേ പൊളിക്കുന്ന പയറില്ലേ, കുറ്റിപ്പയർ നമ്മളവിടെ നട്ടു എന്ന് പറഞ്ഞാൽ അത്, അച്ചാറ്, ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ച് നോക്കിയിട്ട് പറയാം. അങ്ങനെ നമുക്ക് കഴിച്ച് നോക്കാം. മോര് കറി ഒഴിച്ചു, ലേശം പയറും പാവയ്ക്കയും കൂടി ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് പാവയ്ക്ക വറുത്തരച്ചത്, പന്നിയിറച്ചിൻ്റെ മസാലയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടിട്ട് വെച്ചേക്കാം. സൂപ്പറായിട്ടോ. നല്ല മസാല ഇട്ടിട്ട് കുരുമുളകിൻ്റെ ഒക്കെ എരിവൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരു വർഷം തിന്ന് നോക്കാം. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കാം. ഫ്രൈ ആക്കി ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വിടണം കേട്ടോ. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം, എല്ലാം പറയണം കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, താങ്ക് യു, ടാറ്റാ.